Hi friends, welcome back to Bosco Campus Vision. Today I am going to discuss the topic ASP.NET Page Lifecycle in Visual Programming for Semester 5 BC students. ASP.NET Page also have a particular life cycle. This is done before the response is sent to the user. So let's see the steps in ASP.NET Page Lifecycle. Page lifecycle stages are page request, page start, page initialization, page load, validation, postback event handling, page rendering, and the last one, unload. പേജ് ലൈഫ് സൈക്കിൾ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ യൂസർ റിക്വസ്റ്റ് കൊടുത്തിട്ട് തിരിച്ച് യൂസറിന് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും ഈ ഒരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ റെസ്പോൺസ് യൂസറിന് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്നൊരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സൈക്കിൾ പീരീഡാണ് പേജ് ലൈഫ് സൈക്കിൾ നമ്മളിപ്പോൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പേജ് റിക്വസ്റ്റ്. Page request, this is when the page is first requested from the server. പേജ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സെർവറിലേക്ക് റിക്വസ്റ്റ്, അതായത് പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസാണ്. സോ ഇവിടെ പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെല്ലുമ്പോൾ സെർവർ ആദ്യം ചെക്ക് ചെയ്യും ഫസ്റ്റ് ടൈമാണോ ഈ റിക്വസ്റ്റ് വരുന്നതെന്ന്. ഇഫ് സോ, then it needs to compile the page, pass the response and send it across to the user. So ഫസ്റ്റ് ടൈം ആണോ അല്ലയോ എന്ന് ഇവർ ചെക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ടൈം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പേജ് കമ്പൈൽ ചെയ്ത് പാസ് ചെയ്ത് അപ്പോൾ തന്നെ യൂസറിന് റെസ്പോൺസ് സെൻഡ് ചെയ്യും. If it is not the first time the page is requested, the cache is checked to see if the page output exists. If so, that response is sent to the user. Once ഈ റിക്വസ്റ്റ് ഇതിന് മുന്നേ കൊടുത്തിരുന്നു, ഫസ്റ്റ് ടൈം അല്ല ഈ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ഏരിയ പോയി ചെക്ക് ചെയ്തിട്ട് ആ ഔട്ട്പുട്ട് പ്രീവിയസ്ലി കൊടുത്ത ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് യൂസറിന് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. സോ പേജ് റിക്വസ്റ്റ് നടക്കുന്ന ഇത്ര മാത്രമാണ്. ആ പേജിനെ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ സെർവർ റിക്വസ്റ്റിനനുസരിച്ച് പോയി ചെക്ക് ചെയ്യുന്നു ഫസ്റ്റ് ടൈം ആണോ ഇതെന്ന്. ഇഫ് ഇറ്റ് ഇസ് സോ, ദെൻ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ പേജ് കമ്പൈൽ ചെയ്ത് റെസ്പോൺസിനെ പാസ് ചെയ്ത് യൂസറിലേക്ക് സെൻഡ് ചെയ്യുന്നു ഇൻഫോർമേഷന്. ഇഫ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദ പേജ് ഇസ് റിക്വസ്റ്റഡ്, first check the cache to see the page output exists, and if so, the response is sent to the user. And second one is page start. During this time, two objects known as request and response objects are created. ഈ ഒരു സ്റ്റേജിലാണ് റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. സോ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ യൂസർ എന്ത് ഇൻഫോർമേഷനെയാണോ റിക്വസ്റ്റ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. റെസ്പോൺസ് ഒബ്ജക്റ്റിലാണെങ്കിൽ റിക്വസ്റ്റിനനുസരിച്ച് യൂസറിന് എന്ത് ഇൻഫോർമേഷനാണ് തിരിച്ച് കൊടുത്തത് ആ ഡേറ്റാസ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ദ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ഓൾ ദ ഇൻഫോർമേഷൻ വിച്ച് വാസ് സെൻറ്റ് വെൻ ദ പേജ് വാസ് റിക്വസ്റ്റഡ്, ആൻഡ് ദ റെസ്പോൺസ് ഒബ്ജക്റ്റ് ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഇൻഫോർമേഷൻ വിച്ച് ഇസ് സെൻറ്റ് ബാക്ക് ടു ദ യൂസർ. Next is page initialization. During this time, all the controls on a web page is initialized. So നമ്മുടെ വെബ് പേജിന് ആവശ്യമായ എല്ലാ കൺട്രോൾസും ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. എന്തൊക്കെ ലേബിൾസ് വേണം, എന്തൊക്കെ ടെക്സ്റ്റ് ബോക്സ് വേണം, എന്തൊക്കെ ബട്ടൺസ് വേണം, അങ്ങനെയുള്ള എല്ലാ കൺട്രോൾസും വെബ് ഫോമിന് ആവശ്യമായ എല്ലാ കൺട്രോൾസിനെയും ഇനീഷ്യലൈസ് ചെയ്യുന്ന പീരീഡാണ് പേജ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. After the page initialization, next is page load. This is when the page is actually loaded with all the default values. ഈ ഒരു സ്റ്റേജിലാണ് എല്ലാ ഡിഫോൾട്ട് വാല്യൂസും വെച്ചുകൊണ്ട് പേജ് ലോഡ് ആവുന്നത്. സോ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ പേജ് ലോഡിൻ്റെ ടൈമിൽ
വാല്യൂസ് ലോഡ് ആവും. സോ പേജ് ലോഡ് ഇസ് the page is loaded with the default values. Next is validation. Sometimes there can be some validation set on the form. For example, there can be a validation which says that a list box should have a certain set of values. If the condition is false, then there should be an error in the loading page. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വാലിഡേഷൻ ഫോംസിൽ നടത്തേണ്ട ആവശ്യമാണ്. അതായത് ചില കണ്ടൻസ് അല്ലെങ്കിൽ വാല്യൂസ് ലിസ്റ്റ് ബോക്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ഇപ്പം ആ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിലൊരു എറർ മെസ്സേജ് ലോഡ് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാലിഡേഷനിലൂടെ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് ദ പോസ്റ്റ് ബാക്ക് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. This event is triggered if the same page is being loaded again. ചില സമയങ്ങളിൽ ഒരേ പേജ് തന്നെ വീണ്ടും വീണ്ടും ലോഡാവുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ അപ്പോഴാണ് പോസ്റ്റ് ബാക്ക് ഇവൻറ്റ് ഹാൻഡ്ലിങ്ങിനെ കോൾ ചെയ്യുന്നത്. ദിസ് ഹാപ്പൻസ് ഇൻ റെസ്പോൺസ് ടു ആൻ ഏർലിയർ ഇവൻറ്റ്. നമ്മളൊരു ഇവൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഇവൻറ്റിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ യൂസർ ഈ സബ്മിറ്റ് ബട്ടൺ പേജിലെ സബ്മിറ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സോ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുന്ന സ്റ്റേജ് വരുന്നത് കൊണ്ട് തന്നെ സെയിം പേജ് വീണ്ടും വീണ്ടും ഡിസ്പ്ലേഡ് ആവുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് പോസ്റ്റ് ബാക്ക് ഇവൻറ്റ് ഹാൻഡ്ലറിനെ കോൾ ചെയ്യുകയും അവിടെ ഒരു ട്രിഗറിങ് നടക്കുകയും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോസ്റ്റ് ബാക്ക് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. നെക്സ്റ്റ് ഇസ് പേജ് റെൻഡറിങ്. ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ യൂസറിന് എല്ലാ ഇൻഫോർമേഷൻസും റിക്വസ്റ്റിനനുസരിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും റെസ്പോൺസ് ഇൻഫോർമേഷനും സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്നൊരു process page rendering. This happens just before all the response information is sent to the user. All the information on the form is saved and the result is sent to the user as a complete web page. കളക്ട് ചെയ്തിട്ടുള്ള റിക്വസ്റ്റിനനുസരിച്ച് കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനെയും ഒരുമിച്ച് സേവ് ചെയ്യുകയും എന്നിട്ട് ആ റിസൾട്ടിന് ഒരു കംപ്ലീറ്റ് വെബ് പേജാക്കി യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് പേജ് റെൻഡറിങ്ങിൽ നടക്കുന്നത്. The last one is unload. Once the page output is sent to the user, there is no need to keep the ASP.NET Web form objects in memory. ഒരിക്കലും റിക്വസ്റ്റിനനുസരിച്ചുള്ള റെസ്പോൺസ് യൂസറിന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മെമ്മറിയിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനെ അൺലോഡ് ചെയ്യണം. സോ ദ അൺലോഡിങ് പ്രോസസ് ഇൻവോൾവ്സ് റിമൂവിങ് ഓൾ അൺവാണ്ടഡ് ഒബ്ജക്ട്സ് ഫ്രം മെമ്മറി. സോ നമ്മൾ റെസ്പോണ്ട് ചെയ്തതിന് ശേഷം മെമ്മറിയിലുള്ള എല്ലാ വെബ് ഫോം ഒബ്ജക്ട്സിനെയും ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സാണ് അൺലോഡിങ്ങിൽ നടക്കുന്നത്. റിമൂവിങ് ഓൾ അൺവാണ്ടഡ് ഒബ്ജക്ട്സ് ഫ്രം ദ മെമ്മറി. സോ ദീസ് ആർ ദ പേജ് ലൈഫ് സൈക്കിൾ. ഫസ്റ്റ് വൺ ഇസ് പേജ് റിക്വസ്റ്റ്, ദെൻ പേജ് സ്റ്റാർട്ട്. പേജ് സ്റ്റാർട്ടിൽ റിക്വസ്റ്റ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ആൻഡ് പേജ് ഇനീഷ്യലൈസേഷൻ. ഇവിടെ എല്ലാ കൺട്രോൾസും ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്നു, ലേബിൾസ്, ടെക്സ്റ്റ് ബോക്സ് എക്സെട്ര. ആൻഡ് പേജ് ലോഡ്, ദ ആക്ച്വൽ പേജസ് ലോഡഡ് വിത്ത് ദ ഡിഫോൾട്ട് വാല്യൂ ഹിയർ. And validation, sometimes there is some validation can be set because if there is any condition violation, there should be an error message be loaded. So validation takes place, and then post back event handling. If some pages are being loaded again and again, the post back event handling is triggered. And next is page rendering. This happens just before the response information is sent to the user, and all the information is on the form is saved, and then result is sent to the user. And last one is unload. Unload is that nothing but it's unloading or removing all unwanted objects from the memory. So this is the life cycle of ASP.NET. Assignment question: explain the ASP.NET page life cycle in detail with the help of a diagram. Hope you will understand this session. Thank you for watching Bosco Campus Vision. Bye.